ഒന്നും കൂടെ അതിൻ്റെ ഉപ്പ്, എരി, മധുരം ഇതെല്ലാം നമുക്കൊന്നും കൂടെ നോക്കിക്കളയാം. ഇത് ഒന്ന് ആറി വന്നതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വിനാഗിരിയോ ഒരു തുള്ളി എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെ വെറൈറ്റിയായി കറുത്ത അച്ചാറാണ് തയ്യാറാക്കുന്നത്. ഈ അച്ചാർ തയ്യാറാക്കാൻ 5 ദിവസം വേണമെന്ന് മാത്രം. എന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനായി ഞാൻ ഒരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലൊന്ന് 5ഓ 6ഓ പീസാക്കി ഇതുപോലെ നേരെ കട്ട് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ ഇടുമ്പം അതൊന്ന് വേവിച്ചിട്ടോ അതല്ലാതെ നമ്മൾ വെള്ളമൊക്കെ ഇരുന്നാൽ ആ വെള്ളമൊക്കെ നല്ല പൂർണ്ണമായി നീക്കം ചെയ്തിട്ടാണ് നമ്മൾ ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. എന്നാൽ ഇത് അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. ഇതല്ലാതെ തന്നെ വെള്ളം ഇരുന്നാലോ ഒന്നും കുഴപ്പമില്ല. ഇത് നേരത്തെ ഞാൻ നാരങ്ങ വെള്ളം ജ്യൂസ് അടിച്ചതിൻ്റെ കുറച്ച് നാരങ്ങ തൊലി ബാക്കി ഇരിപ്പുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതുപോലെ നാരങ്ങയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഭരണിയിൽ വെള്ളമൊന്നും തൊടാതെ തന്നെ വേറൊരു ഭരണിയിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് 1 മാസം വരെ നമ്മൾ അതുപോലെ നമ്മൾ ഈ നാരങ്ങ വെള്ളം അടിക്കുന്ന ഈ തൊലിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന 1 മാസം കഴിഞ്ഞാലും കേടുകൂടാതെ അത് അതുപോലെ ഇരിക്കുകയും ചെയ്യും. നല്ലതുപോലെ നമുക്ക് വെള്ള അച്ചാറായിട്ട് എടുക്കുകയും ചെയ്യാം. നമുക്ക് ഈ തൊലിയൊന്നും കളയേണ്ടതില്ല. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ കറച്ചട്ടി തന്നെ എടുക്കണം. മറ്റുള്ള പാത്രം എടുത്താൽ പാത്രം ചീത്തയായി പോവും. 5 ദിവസം വേണ്ടി വരും നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട്. അതിനായിട്ട് നമ്മൾ കറച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ കറച്ചട്ടിയിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ നാരങ്ങ മുങ്ങാൻ പാകത്തിന് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമ്മൾ ആദ്യത്തെ ഒരു ദിവസം നമ്മളൊരു 10 മിനിറ്റ് അടുപ്പിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് ആറുമ്പോഴത്തേക്ക് ഒന്ന് അടച്ചങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് പിറ്റേന്ന് ഇതേ സമയത്ത് തന്നെ വീണ്ടും നമുക്ക് എടുക്കാം. എന്താണ്ട പിറ്റേന്ന് ഇതേ സമയത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റും കൂടെ നമുക്ക് തീ കുറച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ എരിവിനാവശ്യമായ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് കടുക് ഒന്ന് വറുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2ാമത്തെ ദിവസമാണ്. ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് നമ്മൾ ഇത് 2ാമത്തെ ദിവസവും തിളപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് ആറി വരുമ്പോഴത്തേക്ക് ഇനിയും നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസവും കൂടെ എടുക്കാം. അപ്പോൾ പിറ്റേ ദിവസം 3ാമത്തെ ദിവസമായിട്ടുണ്ട്. 3ാമത്തെ ദിവസവും എടുത്ത് നമുക്ക് ഇതുപോലെ 5 മിനിറ്റ് അടുപ്പിൽ വെച്ച് തീ കുറച്ചിട്ട് അതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 3ാമത്തെ ദിവസവും നമ്മൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കരയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല കറുത്ത ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതും അതുപോലെ 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക തീ കുറച്ചിട്ട്. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ഉപ്പ്, എരി, മധുരം ഇതെല്ലാം നമുക്കൊന്നും കൂടെ നോക്കിക്കളയാം. 3ാമത്തെ ദിവസവും നമ്മൾ അതുപോലെ അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ആറി വന്നതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് പിറ്റേന്ന് 4ാമത്തെ ദിവസവും അതേ സമയമാകുമ്പം അതുപോലെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാനെടുക്കണം. 4ാമത്തെ ദിവസവും നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അതുപോലെ 5ാമത്തെ ദിവസവും ഒന്നെടുക്കണം. ഇതിപ്പം വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വറ്റാനൊന്നുമില്ല, നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വിനാഗിരിയോ വേറൊന്നും തന്നെ ചേർക്കാനില്ല. ഉപ്പും എരിയും പുളിയും മധുരവും എല്ലാം ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ തന്നെ ഇരിക്കും.